നിന്റെ ആശാരെ പേടിച്ചോടി. പാറുവൈ, ഈ ഉണക്ക ജേഴ്സി എടുത്ത് തോട്ടി കളഞ്ഞിട്ട് ഞങ്ങളുടെ മഞ്ഞ കുപ്പായം അണിയുന്നു. ഞാൻ മെസ്സിയുടെ കൂടെയാ. ആരെന്നറിയോടി ഈ പറഞ്ഞ മെസ്സിഹ? മെസ്സി. ഏത് ടീമാന്നറിയൂ? അർജന്റീന. എല്ലാം പഠിപ്പിച്ചു വെച്ചേക്കാണ് കോച്ച് അല്ലേ? ആ, പഠിപ്പിച്ചു വെച്ചേക്കുവാ. ചേട്ടൻ നോക്കിക്കോ, ഞങ്ങൾ ഈ പ്രാവശ്യവും കപ്പ് തൂക്കും. നീയൊക്കെ 10 കിലോ കപ്പ മേടിച്ച് പുഴുങ്ങും. കപ്പ തൂക്കും പോലും. വാരി എവിടുന്ന്? വീവാ ബ്രസീൽ! വീവാ ബ്രസീൽ! വീവാ! വെള്ളയും നീലയും നെഞ്ചിൽ കാട്ടിലുയരും പതാക നിന്നെ നോക്കി നിൽക്കും ഞങ്ങളെ ഒരു ഹൃദയം ഒരു വഴി കാത്തോടും മണ്ണിൽ തീ കണ്ണിൽ ജയമെഴുതാം അർജന്റീന നീ വരുമ്പോ തോൽവി പോലും മാറി നിൽക്കും ഇനി ഉയരട്ടെ ശബ്ദം ഇനി താളം കത്തട്ടെ നമ്മുടെ രാത്രി വരുന്നു നക്ഷത്രം പോലെ തെളിയട്ടെ വാമോസ് അർജന്റീന വാമോസ് അർജന്റീന ഇന്നു നീ ജയിക്കണം വാമോസ് അർജന്റീന വാമോസ് അർജന്റീന വാമോസ് അർജന്റീന വാമോസ് അർജന്റീന വാമോസ് അർജന്റീന ഈ കൊടി ഇവിടെ കുത്താൻ പറ്റൂല. അതന്നാണ് ഇവിടെ കുത്തിയാല് വേണേ കൊണ്ട് കുഴിപ്പളത്ത് കുത്തണം മിസ്റ്റർ. ഈ കൊടി ഞാൻ ഇവിടെ കുത്തുകയും ചെയ്യും. അർജന്റീന കപ്പടിക്കുന്നവർ ഈ കൊടി ഇവിടെ ഇരിക്കുകയും ചെയ്യും. അല്ലേ, ഒരു തവണ ഖത്തറിലെ ചക്ക വീണ് മോയിലെത്തെന്ന് പറഞ്ഞോണ്ട് എപ്പോഴും ചക്ക വീണ് മോയില് ചാവൂല്ല. മെസ്സിയുടെയും പിള്ളേരുടെയും കളി നീ കണ്ടതാണല്ലോ. കൊറേ കണ്ടതാ. അളിയാ, ഈ കുഞ്ഞു ടീമുകളൂടെ കളിച്ചേ ഹാട്രിക് നേടുന്നതിലല്ല ഈ കാര്യം. ടോപ്പ് 10 ടീമോടെ കളിച്ച് സമനില നേടണം. അതാണ് പോരാട്ട വീര്യം. ഫാറൂസേ, അപ്പോഴും ഇവർക്ക് ജയിക്കണമെന്നില്ലടാ. അയ്യോ കഷ്ടം. അതെ 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 5 കപ്പും നമ്മൾ കളിച്ച് തന്നെ നേടിയത്. അല്ലാതെ ആരും വീട്ടിൽ കൊണ്ടു നന്നൊന്നുമല്ല. പിന്നെ നമ്മളാരും കൈ കൊണ്ട് ഗോൾ അടിച്ചിട്ടില്ലേ? അളിയാ, കൈ കൊണ്ടും ഗോൾ അടിക്കാൻ പറ്റുമോ? അത് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൊണ്ടും ഗോളടിക്കാം. എന്തോന്ന് കളിയാക്കുന്ന നീയൊക്കെ കൂടെ കളിയാക്കിയ നിന്റെ ഷാർട്ടേയും തെറിപ്പിക്കും. എന്നാ പിന്നെ ഈ കൊടി ഞാൻ ഇവിടെ തെറിപ്പിക്കും. അന്ന് നിന്റെ കൊടി ഞാൻ തെറിപ്പിക്കും. എന്നാ പിന്നെ ഊരില്ല. എന്താ ഞാൻ ഞങ്ങളോട് ആദ്യം കുത്തളിയാ. ഇതിവിടെ കുത്തത്തില്ല. എന്നാ പിന്നെ ഇതിവിടെ കുത്തൂല. കൊടി കുത്താൻ സമ്മതിക്കില്ല അമ്മൂമ്മ. നമ്മടെ അമ്മമ്മ ഇവന്റെ കൊടി കുത്താൻ ഞാൻ സമ്മതിച്ചതാ. പക്ഷെ നമ്മുടെ കൊടി കുത്താൻ സമ്മതിക്കണ്ടേ? അത് സമ്മതിക്കൂല. എന്തോന്നടേ എന്റെ പൊന്നമ്മയെ, ഒരു യുദ്ധം നടക്കുമ്പോ ഏതെങ്കിലും ഒരു ടീമിൽ പങ്കെടുക്കണം. അല്ലെങ്കിൽ വായമിച്ചിട്ട് മിണ്ടാതെ പോയിരിക്കണം. യുദ്ധം പോലും നിങ്ങളുടെ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടേ യുദ്ധമുഖത്ത് പോലും കാണാനില്ല. എന്നിട്ടാണ് ഇവന്മാരെ കപ്പടിക്കുമെന്ന് പറയുന്നത്. അതെ, ഞങ്ങളുടെ ചെറുക്കൻ കളിക്കിറങ്ങും. പിന്നെ ഞങ്ങൾ ഒരാളെ മാത്രം കണ്ടിട്ടല്ല ഫാൻസ് ആയത്, ടീമിനെ കണ്ടിട്ടാ ഫാൻസ് ആയത്. Viva Brazil! Viva Brazil! Vamos! അർജന്റീന അർജന്റീന Brazil! എന്താ ഇത്? നിങ്ങൾക്ക് 2 പേർക്കും കൊടി കുത്തണം, അത്രയല്ലേ ഉള്ളൂ? എന്നാ ബാ, എന്റെ കൂടെ വാ. അമ്മൂമ്മ കാണിച്ചു. Viva Brazil! Viva Brazil! Viva അർജന്റീന Viva അർജന്റീന Viva അർജന്റീന അർജന്റീന. എന്നാ അത്രേ മഞ്ഞയുടെ കട്ട ഫാൻസ് ഒക്കെ അങ്ങോട്ട് മാറിയേക്ക്. നടക്കടാ. നീലയുടെ കട്ട ഫാൻസ് ഒക്കെ അങ്ങോട്ട് മാറിയേക്ക്. എല്ലാരും വന്നോ? നിന്നോ? എല്ലാരും നിന്നല്ലോ. നീ ഏത് ടീമിന്റെ കൂടെ? അമ്മയുടെ ടീം കൂടെ. എന്നാ ഞാൻ പുറകോട്ട് മാറ്. ആ ഗേറ്റടക്കി. അമ്മ ഞാൻ നീലിട്ടോണ്ട് ഇവിടെ നിന്നേ ഉള്ളൂ, ഫാനല്ല. കേറ്. അമ്മൂമ്മ, ഇനി ഫൈനല് കഴിയാതെ ഒറ്റ ഒരെണ്ണം അകത്തോട്ട് കയറി വെക്കരുത്. മനുഷ്യനെ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. ബൈ. ഇങ്ങോട്ട് വാ.
വിവാ ബ്രസീൽ വാമോസ് അർജന്റീന വിവാ വാമോസ് അർജന്റീന